ഇനി സ്വയമായിട്ട് മരിക്കണം, മാരകരോഗങ്ങൾ ബാധിച്ചിട്ടുള്ളവർക്ക് സ്വയമായിട്ട് മരിക്കണമെങ്കിൽ അതിനുള്ള ഒരു ഉപാധിയാണ് ഈ സാർക്കോ എന്ന് പറയുന്നത്. അപ്പൊ അത് ഓർത്തിരിക്കുക. US വെച്ച് കണ്ടെത്തിയ സൗരയൂഥത്തിലെ ഏക ഗ്രഹമാണ് പ്ലൂട്ടോ എന്ന് പറയുന്നത് കേട്ടോ. അതുകൊണ്ടായിരിക്കണം US പ്ലൂട്ടോയുടെ ഒരു പ്രത്യേക സ്നേഹം. US വെച്ച് കണ്ടെത്തിയ സൗരയൂഥത്തിലെ ഏക ഗ്രഹമാണ് പ്ലൂട്ടോ. ഹായ്, എല്ലാവർക്കും നമസ്കാരം. എൻട്രിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പൊ നമ്മുടെ LGSന്റെ 3 ഘട്ടങ്ങൾ കഴിഞ്ഞു അല്ലെ. ഇനി 4ാം ഘട്ടം എഴുതാനായിട്ട് ഒരുപാട് പേര് പ്രിപ്പറേഷൻ ഒക്കെ ആയിട്ട് ഇരിക്കുവാണ്. അപ്പൊ നിങ്ങളുടെ പ്രിപ്പറേഷൻസ് ഒക്കെ നന്നായിട്ട് കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്നു. സോ നമ്മൾ 3rd ഫേസില് കറണ്ട് അഫയേഴ്സിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്ന ചോദ്യങ്ങൾ ഒന്ന് അനലൈസ് ചെയ്യാൻ പോവാണ്. എല്ലാ ചോദ്യങ്ങളും അല്ല, കുറച്ച് ചോദ്യങ്ങളും അതിന്റെ റിലേറ്റഡ് ഫാക്ട്സും. അപ്പോൾ 4ാം ഘട്ടം എഴുതാൻ പോകുന്നവർക്ക് ഒരു ഐഡിയ ഉണ്ടായിരിക്കും ഏതൊക്കെ ഭാഗത്തു നിന്ന് പഠിച്ചിട്ട് പോകണം, അല്ലെങ്കിൽ ഈ 3rd ഫേസ് ചോദിച്ചിട്ടുണ്ടായിരുന്ന ചോദ്യങ്ങളുടെ അനുബന്ധ വിവരങ്ങളൊന്ന് നിങ്ങൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു റിവിഷൻ കൂടിയാണ് ആകുന്നത്. എന്തായാലും നിങ്ങൾ നോക്കിയ ഭാഗങ്ങൾ തന്നെയായിരിക്കും. അപ്പോൾ പഠിച്ചിട്ടുള്ളവർ റിവിഷൻ ആയിട്ട് എടുക്കുക, പഠിച്ച് കഴിയാത്തവർ ഈ ഭാഗങ്ങളൂടെ എന്ത് ചെയ്യുക, കവർ ചെയ്തിട്ട് പോവുക. ഓക്കെ, ശരി, നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം. ആദ്യത്തെ ചോദ്യം നോക്കിക്കേ, ഒരു ഓപ്പറേഷനെ കുറിച്ചുള്ള ചോദ്യമാണ്. ഇന്ത്യ നടത്തിയ ഒരു ദൗത്യത്തെ കുറിച്ചുള്ള ചോദ്യമാണ്. ചോദ്യം ഇങ്ങനെയാണ്: ഇസ്രായേലിൽ നിന്നും പാലസ്തീനിൽ നിന്നും തങ്ങളുടെ പൗരന്മാരെ കൊണ്ടുവരാൻ ഇന്ത്യ ആരംഭിച്ച ഓപ്പറേഷന്റെ പേരെന്താണ്? ഈ ക്ലാസ് കാണുന്ന 90% കുട്ടികൾക്കും അല്ലെങ്കിൽ 99% കുട്ടികൾക്കും ആൻസർ അറിയാവുന്ന ഒരു ചോദ്യമാണ്. ഇതിന്റെ പശ്ചാത്തലം നിങ്ങൾക്കറിയാം. ഇസ്രായേൽ, അപ്പൊ അത് ഓർത്തിരിക്കുക, US വെച്ച് കണ്ടെത്തിയ സൗരയൂഥത്തിലെ ഏക ഗ്രഹമാണ് പ്ലൂട്ടോ എന്ന് പറയുന്നത് കേട്ടോ. അതുകൊണ്ടായിരിക്കണം US പ്ലൂട്ടോയുടെ ഒരു പ്രത്യേക സ്നേഹം. US വെച്ച് കണ്ടെത്തിയ സൗരയൂഥത്തിലെ ഏക ഗ്രഹമാണ് പ്ലൂട്ടോ. അജയ് എന്ന് പറയുന്നത്. ഇതുപോലെ തന്നെ താലിബാൻ, അതായത് അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ അധികാരത്തിൽ വന്നതിനെ തുടർന്ന് അഫ്ഗാനിസ്ഥാനിൽ അകപ്പെട്ടു പോയ ഇന്ത്യൻ പൗരന്മാരെ തിരികെ കൊണ്ടുവരാനായിട്ട് ഇന്ത്യ ഒരു ഓപ്പറേഷൻ നടത്തിയിട്ടുണ്ടായിരുന്നു. ആ ഓപ്പറേഷന്റെ പേരാണെന്ത്? ദേവി ശക്തി എന്ന് പറയുന്നത്. ഓപ്പറേഷൻ ദേവി ശക്തി. അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ അധികാരത്തിൽ വന്ന അഫ്ഗാനിസ്ഥാനിൽ കുടുങ്ങിപ്പോയ ഇന്ത്യക്കാരെ രക്ഷിക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ അവരെ തിരികെ നാട്ടിലേക്ക് കൊണ്ടുവരുന്നതിനായിട്ട് ഇന്ത്യ നടത്തിയ ഓപ്പറേഷനാണ് ഓപ്പറേഷൻ ദേവി ശക്തി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഉക്രൈൻ റഷ്യ യുദ്ധ പശ്ചാത്തലത്തിൽ, നിങ്ങൾക്കറിയാലോ, ഉക്രൈൻ റഷ്യ യുദ്ധ പശ്ചാത്തലത്തില് ഉക്രൈനിൽ അകപ്പെട്ടു പോയ, ഉക്രൈനിൽ നിന്നൊക്കെ മറ്റു രാജ്യങ്ങളിലേക്ക് കടന്ന്, അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിലേക്ക് രക്ഷയ്ക്ക് വേണ്ടിയിട്ട് പോയി, അല്ലെങ്കിൽ രക്ഷപ്പെടുന്നതിനായിട്ട് കടന്നിട്ടുണ്ടായിരുന്ന ഇന്ത്യക്കാരെ രക്ഷിക്കാനായിട്ട് ഇന്ത്യ നടത്തിയ ഓപ്പറേഷനാണ് ഓപ്പറേഷൻ ഗംഗ എന്ന് പറയുന്നത്. എന്താണ് ഓപ്പറേഷന്റെ പേര്? ഓപ്പറേഷൻ ഗംഗ. അപ്പൊ നമുക്ക് ചില ഓപ്പറേഷൻസ് പഠിച്ചാലോ? ഓക്കെ, അപ്പൊ ആദ്യത്തെ എന്ന് പറയുന്നത് ഓപ്പറേഷൻ ഇന്ദ്രാവതി. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇന്ദ്രാവതി ഇടയ്ക്ക് ചോദിച്ചായിരുന്നു, ഇന്ദ്രാവതി ഓപ്പറേഷൻ നടത്തിയത് എവിടെയാണെന്ന് ചോദിച്ചാൽ ഹെയ്ത്തിയിലാണ്. ഹെയ്ത്തിയില് ഇന്ത്യ നടത്തിയ ഓപ്പറേഷനാണ് ഇന്ദ്രാവതി എന്ന് പറയുന്നത്. അപ്പൊ എന്തിനാണെന്ന് ചോദിച്ചാൽ 2024 മാർച്ചില് കലാപത്തെ തുടർന്ന് ഹെയ്ത്തിയില് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. സോ അതിനെ തുടർന്ന് ഇന്ത്യൻ പൗരന്മാരെ ഒഴിപ്പിക്കാനായിട്ട്, ആ രാജ്യത്തിൽ നിന്നും ഇന്ത്യൻ പൗരന്മാരെ ഒഴിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ നടത്തിയിട്ടുണ്ടായിരുന്ന ഓപ്പറേഷനാണ് ഓപ്പറേഷൻ ഇന്ദ്രാവതി എന്ന് പറയുന്നത്. ഓപ്പറേഷൻ ഇന്ദ്രാവതി ഓർത്തു വെക്കണേ. ഇന്ദ്രാവതി ഇനിയും ചോദിക്കും. ഓപ്പറേഷൻ ഇന്ദ്രാവതി ഇന്ത്യ നടത്തിയത് ഹെയ്ത്തിയിലാണ്. ഹെയ്ത്തിയില് ഇന്ദ്രാവതി. ഇനി ഓപ്പറേഷൻ ഓൾ ഔട്ട് 2017 ജമ്മു കാശ്മീരില് പ്രത്യേക കാശ്മീർ മേഖലയിൽ നിന്ന് തീവ്രവാദികളെ തുരത്തുന്നതിനായിട്ട് ഇന്ത്യ നടത്തിയിട്ടുണ്ടായിരുന്ന ഓപ്പറേഷനാണ് ഓപ്പറേഷൻ ഓൾ ഔട്ട് എന്ന് പറയുന്നത്. റീസെന്റ് ആയിട്ടും ഓപ്പറേഷൻ ഓൾ ഔട്ട് നമ്മുടെ ഇന്ത്യൻ ആർമി നടത്തിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇനി ഓപ്പറേഷൻ ഗംഗ നമ്മൾ നേരത്തെ പറഞ്ഞു. 2022 ഉക്രൈനിലേക്കുള്ള റഷ്യൻ അധിനിവേശത്തിനിടയിൽ, അപ്പൊ റഷ്യ വലിയൊരു അധിനിവേശം റഷ്യ ഉക്രൈൻ യുദ്ധത്തിന്റെ ഫലമായിട്ട് നടത്തിയിട്ടുണ്ടായിരുന്നു. സോ ആ ഒരു അധിനിവേശത്തില് അയൽ രാജ്യങ്ങളിലേക്ക് കടന്ന ഇന്ത്യൻ പൗരന്മാരെ രക്ഷിച്ച് തിരികെ നാട്ടിലെത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ഇന്ത്യ നടത്തിയ ഓപ്പറേഷനാണ് ഓപ്പറേഷൻ ഗംഗ എന്ന് പറയുന്നത്. ഇനി ആഭ്യന്തര കലാപം രൂക്ഷമായിട്ടുള്ള സുഡാനിൽ നിന്ന്, ആ സുഡാൻ എന്ന് പറഞ്ഞ രാജ്യത്ത് നിന്ന് ഇന്ത്യക്കാരെ ഒഴിപ്പിക്കുന്നതിനായിട്ട് ഇന്ത്യ നടത്തിയ ഓപ്പറേഷനാണ് ഓപ്പറേഷൻ കാവേരി എന്ന് പറയുന്നത്. ഇത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഓപ്പറേഷൻ കാവേരി ഒക്കെ ചോദിച്ചിട്ടുണ്ട്. ഓപ്പറേഷൻ കാവേരി, സുഡാനിൽ നിന്ന് ആഭ്യന്തര കലാപം
രൂക്ഷമായ സുഡാനിൽ നിന്ന് ഇന്ത്യക്കാരെ രക്ഷിക്കുന്നതിനായിട്ട് ഇന്ത്യ നടത്തിയിട്ടുള്ള ഓപ്പറേഷനാണ് ഓപ്പറേഷൻ കാവേരി. ഇനി എന്താണ് ഓപ്പറേഷൻ സിന്ദഗി അഥവാ ഓപ്പറേഷൻ സുരംഗ് എന്ന് പറയുന്നത്? 2023 നവംബറിൽ നമ്മുടെ ഉത്തരാഖണ്ഡിലെ സിൽക്യാര ദന്തൽകാവ് തുരങ്കത്തിൽ ചാർധാം ടണൽ പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള സിൽക്യാര ദന്തൽകാവ് തുരങ്കത്തില് നമ്മുടെ 40ഓളം തൊഴിലാളികൾ കുടുങ്ങിക്കിടന്നിട്ടുണ്ടായിരുന്നു. അവരെ രക്ഷിക്കാനായിട്ട് നടത്തിയിട്ടുണ്ടായിരുന്ന ഓപ്പറേഷനാണ് ഓപ്പറേഷൻ സുരംഗ് എന്ന് പറയുന്നത്. ഓക്കെ, തുരങ്കത്തിൽ അകപ്പെട്ടു പോയവരെ രക്ഷിക്കാനായിട്ട് നടത്തിയ ഓപ്പറേഷൻ സുരംഗ് അല്ലെങ്കിൽ സിന്ദഗി, ഓപ്പറേഷൻ സിന്ദഗി. ഓക്കെ, നെക്സ്റ്റ് ഓപ്പറേഷൻ ദോസ്ത്. അപ്പോ നമ്മുടെ 2023 ആ ഒരു സമയത്ത് അല്ലെങ്കിൽ നമ്മുടെ അയൽ രാജ്യങ്ങളായിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ തുർക്കിയിലും സിറിയയിലും വലിയ ഭൂകമ്പങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ 2 രാജ്യങ്ങളെയും സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള വൈദ്യസഹായം ഉൾപ്പെടെയുള്ള സഹായങ്ങൾ ചെയ്തു നൽകാനായിട്ട് ഇന്ത്യ ആവിഷ്കരിച്ച ഒരു ഓപ്പറേഷനാണ് ഓപ്പറേഷൻ ദോസ്ത് എന്ന് പറയുന്നത്. 2023 ആദ്യത്തില് തുർക്കിയിലും സിറിയയിലും നടന്ന ഭൂകമ്പത്തിന്റെ ഫലമായിട്ട് ഇന്ത്യ ആരംഭിച്ച ഓപ്പറേഷനാണ് ഓപ്പറേഷൻ ദോസ്ത്. ഓക്കെ, കൂട്ടുകാർക്കായിട്ട് ചെയ്തു നൽകിയതാണ്. ഓക്കെ, സിറിയയും തുർക്കിയെയും കൂട്ടുകാരായിട്ട്, അല്ലെ, കൂട്ടുകാരെയാണല്ലോ നമ്മൾ സഹായിക്കുന്നത്. ഓപ്പറേഷൻ ദോസ്ത്. ഇനി ഓപ്പറേഷൻ ദേവിശക്തി നമ്മൾ പറഞ്ഞു, അഫ്ഗാനിസ്ഥാനിൽ നിന്ന് പലായനം ചെയ്യുന്ന ഹിന്ദുക്കളെയും സിഖുകാരെയും സഹായിക്കാനായിട്ടാണ് ഓപ്പറേഷൻ ദേവിശക്തി. സുഡാനിൽ നിന്ന് ഇന്ത്യക്കാരെ ഒഴിപ്പിക്കുന്നതിനായിട്ട് നടത്തിയതാണ് ഓപ്പറേഷൻ കാവേരി. ഓക്കെ, ക്ലിയർ ആണോ? ഇനി റീസെന്റ് ആയിട്ട് ഒരു ചുഴലിക്കാറ്റ് 2024 സെപ്റ്റംബറിന്റെ ആദ്യം നമ്മുടെ തെക്കു കിഴക്കൻ ഏഷ്യയിലും ചൈനയിലും, പ്രത്യേകിച്ച് ദക്ഷിണ ചൈനയിലും ഒക്കെ വീശിയ വ്യാപകമായിട്ടുള്ള നാശനഷ്ടം ഉണ്ടാക്കിയ ചുഴലിക്കാറ്റാണ് യാഗി എന്ന് പറയുന്ന ചുഴലിക്കാറ്റ്. എന്താണ് ചുഴലിക്കാറ്റിന്റെ പേര്? യാഗി ചുഴലിക്കാറ്റ്. അപ്പൊ യാഗി എന്ന് പറയുന്ന പേരിന്റെ അർത്ഥം ജാപ്പനീസ് ഭാഷയിൽ മകരരാശി എന്നാണ്. മകരരാശി അല്ലെങ്കിൽ ആട് എന്നാണ് അർത്ഥം വരുന്നത്. യാഗിയുടെ അർത്ഥം എന്താണ്? മകരരാശി അഥവാ ആട് എന്നാണ് അർത്ഥം വരുന്നത്. ഓക്കെ, അപ്പൊ ജപ്പാനാണ് ഈ പേര് നൽകിയത്. ചൈനയിലും തെക്കുകിഴക്കൻ ഏഷ്യയിലും വ്യാപക നാശനഷ്ടം ഉണ്ടാക്കിയ ചുഴലിക്കാറ്റാണ് യാഗി ചുഴലിക്കാറ്റ്. അപ്പൊ ഈ ചുഴലിക്കാറ്റിനെ തുടർന്ന് ഈ ചുഴലിക്കാറ്റ് ബാധിച്ച ലാവോസ്, മ്യാൻമാർ, വിയറ്റ്നാം ഇങ്ങനെയുള്ള രാജ്യങ്ങളില് മാനുഷിക സഹായവും ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളും നടത്തുന്നതിനായിട്ട് ഇന്ത്യ ആരംഭിച്ച ഓപ്പറേഷനാണ് ഓപ്പറേഷൻ സദ്ഭാവന. യാഗി ചുഴലിക്കാറ്റുമായി ബന്ധപ്പെട്ട് ഇന്ത്യ നടത്തിയ ഓപ്പറേഷനാണ് ഓപ്പറേഷൻ സദ്ഭാവന. ഓക്കെ, ഇനി ഓപ്പറേഷൻ സദ്ഭാവന എന്താണെന്ന് ചോദിച്ചാൽ ഓർത്തിരിക്കുമല്ലോ, യാഗി ചുഴലിക്കാറ്റ് ബാധിച്ച മേഖലകളിൽ ഇന്ത്യ നടത്തിയ ഓപ്പറേഷനാണ് ഓപ്പറേഷൻ സദ്ഭാവന. ഓക്കെ, അപ്പൊ നമ്മൾ അജയ് ഓപ്പറേഷൻ തുടങ്ങി, ഇന്ദ്രാവതി പഠിച്ചു, ഗംഗ പഠിച്ചു, സുരംഗ് പഠിച്ചു, ദോസ്ത് പഠിച്ചു, ദേവിശക്തി, കാവേരി, ഓപ്പറേഷൻ സദ്ഭാവന. ഓക്കെ, ഇത്രയൊന്ന് ഓർത്തു വെക്കണേ. ശരി, അടുത്തതിലേക്ക് നമുക്ക് പോകാം. അടുത്തൊരു ചോദ്യമാണ്, ഇലക്ട്രിക് മണ്ണ് വികസിപ്പിച്ചെടുത്ത ലോകത്തിലെ ആദ്യ രാജ്യം ഏതാണ്? ഇലക്ട്രിക് മണ്ണ് വികസിപ്പിച്ചെടുത്ത ലോകത്തിലെ ആദ്യ രാജ്യം എന്ന് പറഞ്ഞ് നോക്കിക്കേ. 2024 ജനുവരിയിൽ നമ്മൾ പഠിച്ച ഫാക്റ്റ് ആണ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും, നമ്മുടെ വീക്ക്ലി കറണ്ട് അഫയേഴ്സും ഒക്കെ കാണുന്ന കുട്ടികൾക്ക് കൃത്യമായിട്ട്, അല്ലെ, നമ്മുടെ എൻട്രിയിൽ നമ്മുടെ എല്ലാ ദിവസവും ശനിയാഴ്ച നമ്മൾ വീക്ക്ലി കറണ്ട് അഫയേഴ്സ് കാണുന്ന അല്ലെങ്കിൽ ആ ക്ലാസ് ഫോളോ ചെയ്യുന്ന കുട്ടികൾക്കൊക്കെ ഇത് കിട്ടിക്കാണും. നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. വിളകളുടെ വളർച്ചയ്ക്ക് ഊർജം പകരാൻ സഹായിക്കുന്ന വൈദ്യുത ചാലകതയുള്ള ഇലക്ട്രോണിക് മണ്ണ് വികസിപ്പിച്ചത് സ്വീഡനാണ്. വിളകളുടെ വളർച്ചയ്ക്ക് ഊർജം പകരാൻ സഹായിക്കുന്ന വൈദ്യുത ചാലകതയുള്ള മണ്ണ് വികസിപ്പിച്ച രാജ്യം എന്ന് പറയുന്നത് ആരാണ്? സ്വീഡനാണ് അത് വികസിപ്പിച്ചെടുത്തത്. ഓക്കെ, ക്ലിയർ ആണോ? അപ്പൊ നമുക്ക് കുറച്ച് വേൾഡ് ഫാക്ടുകൾ ഒന്ന് നോക്കിയാലോ. ഇതുപോലുള്ള ചില കണ്ടുപിടുത്തങ്ങൾ നടത്തിയിട്ടുള്ള രാജ്യങ്ങളെ നമുക്കൊന്ന് നോക്കിയാലോ. അത് ചോദിക്കാൻ ചാൻസ് കൂടുതലാണ്. നോക്കിക്കേ, ലോകത്താദ്യമായിട്ട് ടൈപ്പ് 1 പ്രമേഹത്തെ
ടൈപ്പ് 1 പ്രമേഹത്തെ സ്റ്റെം സെൽ ട്രാൻസ്പ്ലാന്റിലൂടെ ഭേദപ്പെടുത്തിയ രാജ്യം ചൈനയാണ്. ടൈപ്പ് 1 പ്രമേഹത്തെ സ്റ്റെം സെൽ ട്രാൻസ്പ്ലാന്റിലൂടെ ഭേദപ്പെടുത്തിയ രാജ്യം ഏതാണ്? അത് ചൈനയാണ്. ഓക്കെ, ലോകത്തില് അതിവേഗ ഇന്റർനെറ്റ് അവതരിപ്പിച്ചത്, ലോകത്തിലെ ഏറ്റവും വേഗമുള്ള ഇന്റർനെറ്റ് അവതരിപ്പിച്ച രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ അതും ചൈനയാണ്. ഏറ്റവും വേഗത്തിലുള്ള ഇന്റർനെറ്റ് അവതരിപ്പിച്ച രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ അതും ചൈനയാണ്. ടൈപ്പ് 1 പ്രമേഹത്തെ സ്റ്റെം സെൽ ട്രാൻസ്പ്ലാന്റിലൂടെ ഭേദപ്പെടുത്തിയ രാജ്യം ഏതാണ്? അതും ചൈനയാണ്. അടുത്ത നോക്കിക്കേ, മനുഷ്യന്റെ ഉള്ളം കൈ സ്കാൻ ചെയ്ത് പണമടയ്ക്കുന്നതിനായിട്ട് പാംപേ രീതി വികസിപ്പിച്ച രാജ്യം. പാംപേ സാധാരണയായിട്ട് നമ്മളെല്ലാം ഗൂഗിൾ പേയോ ഒക്കെ യൂസ് ചെയ്യുന്നവരാണ് അല്ലെ. നമ്മളെല്ലാവരും അത്തരത്തില് മീൻസ് എന്താ, പേയ്മെന്റ് നടത്തുന്നവരാണ്. എന്നാൽ ഉള്ളം കൈ സ്കാൻ ചെയ്ത് പണമടയ്ക്കുന്ന രീതിയാണ് പാംപേ എന്ന് പറയുന്ന രീതി. ആ രീതി വികസിപ്പിച്ചത് ചൈനയാണ് കേട്ടോ. ചൈനയാണ് പാംപേ എന്ന് പറയുന്ന രീതി വികസിപ്പിച്ചെടുത്തത്. അടുത്തത്, രാജ്യത്ത് പ്രായമായവരുടെ ജനസംഖ്യ വർദ്ധിക്കുകയും പെൻഷൻ ബജറ്റ് കുറയുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ, പ്രായമായവരുടെ ജനസംഖ്യ വർദ്ധിച്ചു, പെൻഷൻ ബജറ്റ് കുറയുകയും ചെയ്യുന്ന സാഹചര്യത്തില് വിരമിക്കൽ പ്രായം ഉയർത്താൻ തീരുമാനിച്ച രാജ്യമാണ് ചൈന എന്ന് പറയുന്നത്. ചൈന വിരമിക്കൽ പ്രായം എന്ത് ചെയ്തു? ഉയർത്താനായിട്ട് തീരുമാനിച്ചു. അപ്പൊ പെൻഷൻ അത്രയും കുറച്ചു കൊടുത്താൽ മതിയല്ലോ. വിരമിക്കൽ പ്രായം ഉയർത്താൻ തീരുമാനിച്ച രാജ്യം ഏതാണ്? ചൈനയാണ്. ഇനി പൂർണ്ണമായും കുഷ്ഠരോഗം ഇല്ലാതാക്കുന്ന ലോകത്തിലെ ആദ്യ രാജ്യമായിട്ട് ലോകാരോഗ്യ സംഘടന പ്രഖ്യാപിച്ചത്. പൂർണ്ണമായിട്ടും കുഷ്ഠരോഗം അഥവാ ലെപ്രസി ഇല്ലാതാക്കുന്ന ലോകത്തിലെ ആദ്യ രാജ്യം, പൂർണ്ണമായും കുഷ്ഠരോഗം ഇല്ലാതാക്കുന്ന ലോകത്തിലെ ആദ്യ രാജ്യമായിട്ട് നമ്മളല്ല, ലോകാരോഗ്യ സംഘടനയാണ് പ്രഖ്യാപിച്ചത്. ലോകാരോഗ്യ സംഘടന ജോർദാനാണ് അല്ലെ. ജോർദാൻ ഓക്കെ. ജോറായിട്ട് എന്ത് ചെയ്തു? കുഷ്ഠരോഗം അങ്ങ് ഇല്ലാതാക്കി. ജോറായിട്ട് കുഷ്ഠരോഗം അങ്ങ് എന്ത് ചെയ്തു? ഇല്ലാതാക്കി അല്ലെ. ജോറായിട്ട് എന്ത് ചെയ്തു? ജോർദാൻ കുഷ്ഠരോഗം അങ്ങ് ഇല്ലാതാക്കി എന്ന് WHO പ്രഖ്യാപിച്ചു. ഇനി ലോകത്തിലെ ഏറ്റവും ചെറിയ രാജ്യം, എന്ന് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് വത്തിക്കാനാണ് അല്ലെ. വത്തിക്കാൻ സിറ്റി. എന്നാൽ വത്തിക്കാൻ അല്ല, ബെക്താക്ഷിയാണ് ലോകത്തിലെ ഏറ്റവും ചെറിയ രാജ്യമാകാൻ പോകുന്നത്. ബെക്താക്ഷി. വത്തിക്കാനേക്കാളും ചെറിയ രാജ്യമായിരിക്കും ബെക്താക്ഷി. അപ്പൊ ഇത് അറിയപ്പെടുന്നത് സോവറിൻ സ്റ്റേറ്റ് ഓഫ് ബെക്താക്ഷി ഓർഡർ എന്ന പേരിലായിരിക്കും ഈ രാജ്യം അറിയപ്പെടുന്നത്. സോവറിൻ സ്റ്റേറ്റ് ഓഫ് ബെക്താക്ഷി ഓർഡർ, സോവറിൻ സ്റ്റേറ്റ് ഓഫ് ബെക്താക്ഷി ഓർഡർ എന്ന പേരിലായിരിക്കും അറിയപ്പെടുന്നത്. 27 ഏക്കർ മാത്രമായിരിക്കും ഈ രാജ്യത്തിന്റെ വിസ്തൃതി എന്ന് പറയുന്നത്. ബെക്താക്ഷിയുടെ വിസ്തൃതിയാണ് 27 ഏക്കർ എന്ന് പറയുന്നത്. അപ്പൊ ഇത് അൽബേനിയയുടെ തലസ്ഥാനമായിട്ടുള്ള ടിറാനയുടെ കിഴക്ക് സൂഫി മുസ്ലിംസ് ഉണ്ട്. ഓക്കെ, സൂഫി മുസ്ലിം ന്യൂനപക്ഷങ്ങളുണ്ട്. അപ്പോൾ ആ സൂഫി മുസ്ലിം ന്യൂനപക്ഷമായിട്ടുള്ള ബെക്താക്ഷികൾക്ക് സ്വന്തമായിട്ട് ഒരു രാജ്യം നൽകുന്നതിന് വേണ്ടിയിട്ടാണ് അൽബേനിയൻ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ ഇത്തരത്തിലൊരു രാജ്യം അവർക്ക് വേണ്ടിയിട്ട്, സൂഫി മുസ്ലിം ന്യൂനപക്ഷമായിട്ടുള്ള ബെക്താക്ഷികൾക്ക് ഒരു രാജ്യം അവർക്ക് വേണ്ടിയിട്ട് നിർമ്മിച്ചു നൽകുന്നതിനായിട്ടാണ് ഇത്തരത്തിൽ ബെക്താക്ഷി അഥവാ സോവറിൻ സ്റ്റേറ്റ് ഓഫ് ബെക്താക്ഷി ഓർഡർ എന്ന പേരിൽ ലോകത്തിലെ ഏറ്റവും ചെറിയ രാജ്യം നിലവിൽ വരാൻ പോകുന്നത്. ലോകത്തിലെ ഏറ്റവും ചെറിയ രാജ്യം. അപ്പൊ അവിടെ വത്തിക്കാൻ സിറ്റിയുടെ ആ ഒരു റെക്കോർഡ് മാറുവാണ് കേട്ടോ. ഇനി 2024 ഓഗസ്റ്റിൽ 7.1 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം ഉണ്ടായ രാജ്യമാണ് ജപ്പാൻ. അപ്പൊ ജപ്പാനിലാണ് 2024 ഓഗസ്റ്റില് 7.1 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം ഉണ്ടായത് ജപ്പാനിലാണ്. ഇനി നോക്കിക്കേ, ടൂറിസം പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഇന്ത്യ, ചൈന, റഷ്യ തുടങ്ങി 35 രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് സൗജന്യ വിസ അനുവദിക്കാൻ തീരുമാനിച്ച രാജ്യമാണ് ശ്രീലങ്ക. അപ്പോ എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചാൽ ഈ 35 രാജ്യങ്ങൾക്ക് സൗജന്യ വിസ അനുവദിക്കുന്നതെന്ന് ചോദിച്ചാൽ ടൂറിസം പ്രോത്സാഹിപ്പിക്കുന്നതിനായിട്ട് ഇന്ത്യ, ചൈന, റഷ്യ. ഇന്ത്യയുണ്ട്, അതുപോലെ തന്നെ ചൈനയുണ്ട്, റഷ്യയുണ്ട്. ഇങ്ങനെ 35 രാജ്യങ്ങളിൽ നിന്നുള്ളവർക്കാണ് ശ്രീലങ്കയില്
സൗജന്യ വിസ അനുവദിക്കാനായിട്ട് തീരുമാനിച്ചത്. ഓക്കെ, നെക്സ്റ്റ് വൺ. അടുത്തിടെ കതരഗാമ എസാല ഉത്സവം. കതരഗാമ എസാല ഉത്സവം. അപ്പൊ അടുത്തിടെ റീസെന്റ് ആയിട്ട് കതരഗാമ എസാല ഉത്സവം ആഘോഷിച്ച രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ അത് ശ്രീലങ്കയാണ്. ശ്രീലങ്കയാണ് കതരഗാമ എസാല ഉത്സവം ആഘോഷിച്ച രാജ്യം എന്ന് പറയുന്നത്. ഇനി ലോകത്തിലെ ഏറ്റവും വലിയ കാർ മാർക്കറ്റ് നിലവിൽ വരുന്ന ദുബായിലാണ് കേട്ടോ. ദുബായിലാണ് ലോകത്തിലെ ഏറ്റവും വലിയ കാർ മാർക്കറ്റ് നിലവിൽ വരുന്ന ലോകത്തിലെ ഏറ്റവും വലിയ കാർ മാർക്കറ്റ്. നമ്മുടെ ദുബായ് മുനിസിപ്പാലിറ്റിയും DP വേൾഡുമാണ് ഇതിനു വേണ്ടിയുള്ള കരാറിൽ ഒപ്പിട്ടത്. ദുബായ് മുനിസിപ്പാലിറ്റിയും DP വേൾഡും കൂടെ ചേർന്നിട്ടാണ് ലോകത്തിലെ ഏറ്റവും വലിയ കാർ മാർക്കറ്റിന് വേണ്ടിയിട്ടുള്ള കരാറിൽ ഒപ്പുവെച്ചത്. ഇനി 2024 ജൂലൈയില് 4000 വർഷം പഴക്കമുള്ള ക്ഷേത്രത്തിന്റെ അവശേഷിപ്പുകൾ കണ്ടെത്തിയത്. 2024 ജൂലൈയില് 4000 വർഷം പഴക്കമുള്ള, ആലോചിച്ച് നോക്കിയേ, 4000 വർഷം പഴക്കമുള്ള ക്ഷേത്രത്തിന്റെ അവശിഷ്ടം കണ്ടെത്തിയത് പെറുവിലാണ്. പെറുവിലാണ് ഇത്തരത്തിലൊരു പുരാതനമായിട്ടുള്ള ക്ഷേത്രത്തിന്റെ അവശിഷ്ടങ്ങൾ അടുത്തിടെ കണ്ടെത്തിയത്. ഇനി റീസെന്റ് ആയിട്ട് സാർക്കോ എന്ന് പറയുന്ന ആത്മഹത്യാ പേടകം അവതരിപ്പിച്ച രാജ്യം. സാർക്കോ എന്ന് പറയുന്ന ആത്മഹത്യാ പേടകം അവതരിപ്പിച്ചത് സ്വിറ്റ്സർലൻഡ് ആണ്. സ്വിറ്റ്സർലൻഡ്. അപ്പോ സാധാരണയായിട്ട് നിങ്ങൾക്കറിയാം, ഇപ്പോ ദയാവധം അല്ലെ, മാരക രോഗങ്ങളുള്ളവർക്ക് ദയാവധം സ്വിറ്റ്സർലൻഡിലെ ലീഗലാണ്. ഓക്കെ, ഡോക്ടർ സർട്ടിഫിക്കറ്റോടുകൂടി ദയാവധം ചെയ്യാം മാരക രോഗങ്ങളൊക്കെ ബാധിച്ചിട്ടുള്ളവര്. ഇനി സ്വയമായിട്ട് മരിക്കണം, മാരക രോഗങ്ങൾ ബാധിച്ചിട്ടുള്ളവർക്ക് സ്വയമായിട്ട് മരിക്കണമെങ്കിൽ അതിനുള്ള ഒരു ഉപാധിയാണ് ഈ സാർക്കോ എന്ന് പറയുന്നത്. സാർക്കോ. അപ്പോ ഓസ്ട്രേലിയക്കാരനായിട്ടുള്ള ഫിലിപ്പ് നിച്കെ ആണ് ഈ ഒരു പേടകം കൊണ്ടുവന്നത്. പേടകത്തിനകത്ത് കിടന്നു കഴിഞ്ഞാൽ സുഖമായിട്ടുള്ള മരണം, വേദന അറിയാതെയുള്ള മരണം ലഭിക്കുമെന്നാണ് ഇതിന്റെ നിർമ്മാതാക്കൾ അവകാശപ്പെട്ടിട്ടുള്ളത്. അപ്പൊ ഇതൊരു ആത്മഹത്യാ പേടകമാണ്. ഇത് അവതരിപ്പിച്ച രാജ്യം സ്വിറ്റ്സർലൻഡ് ആണ്. സാർക്കോ എന്ന് പറയുന്ന ആത്മഹത്യാ പേടകം അവതരിപ്പിച്ചത്. ഇനി 2024 ജൂലൈയിൽ നമ്മുടെ മഹാത്മാഗാന്ധിയുടെ പ്രതിമ അനാച്ഛാദനം ചെയ്തത് ജപ്പാനിലാണ് റീസെന്റ് ആയിട്ട് മഹാത്മാഗാന്ധിയുടെ പ്രതിമ അനാച്ഛാദനം ചെയ്തത്. ജപ്പാനിലെ ടോക്കിയോയില് മഹാത്മാഗാന്ധിയുടെ പ്രതിമ അനാച്ഛാദനം ചെയ്തത് അല്ലെങ്കിൽ അനാവരണം ചെയ്തത് നമ്മുടെ വിദേശകാര്യമന്ത്രി S ജയശങ്കർ ആണ്. ജപ്പാനിലെ ലിറ്റിൽ ഇന്ത്യ എന്നറിയപ്പെടുന്ന എഡോഗാവയിലെ ഫ്രീഡം പ്ലാസയിലാണ് ഈ ഒരു ഗാന്ധി പ്രതിമ ഉദ്ഘാടനം ചെയ്തത്. എഡോഗാവയിലെ ഫ്രീഡം പ്ലാസ അറിയപ്പെടുന്നത് ലിറ്റിൽ ഇന്ത്യ എന്ന പേരിലാണ് ജപ്പാനില്. സോ ആ ഒരു ഫ്രീഡം പ്ലാസയിലാണ് മഹാത്മാഗാന്ധിയുടെ പ്രതിമ അനാച്ഛാദനം ചെയ്തത്. ഇനി 6G ഡിവൈസ്, നമ്മൾക്കിപ്പോ 5G വരെ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ, 4G 5G ഒക്കെ കേട്ടിട്ടുണ്ട്. 6G ഡിവൈസ് പുറത്തിറക്കിയ ലോകത്തിലെ ആദ്യ രാജ്യമാണ് ജപ്പാൻ എന്ന് പറയുന്നത്. 6G ഡിവൈസ് പുറത്തിറക്കിയ ലോകത്തിലെ ആദ്യ രാജ്യം ഏതാണ്? ജപ്പാനാണ് 6G ഡിവൈസ് പുറത്തിറക്കിയത്. ഇനി അപസ്മാരം നിയന്ത്രിക്കാനായിട്ട് മസ്തിഷ്കത്തിൽ ചിപ്പ് ഘടിപ്പിച്ച ലോകത്തിലെ ആദ്യത്തെ വ്യക്തിയാണ് 13കാരനായിട്ടുള്ള ഓറൻ നോൾസൺ എന്ന് പറയുന്നത്. ഓറൻ നോൾസൺ. അപ്പൊ അപസ്മാരം നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട് ചിപ്പ്, ഓക്കെ, അതായത് ശരീരത്തിന്റെ നിയന്ത്രണം വിട്ടുപോകാതെ തന്നെ അപസ്മാരത്തെ കൺട്രോൾ ചെയ്യാനായിട്ടുള്ള ഒരു ഉപാധിയാണ് ഈ ചിപ്പ് എന്ന് പറയുന്നത്. അത്തരത്തിൽ ഈ ഒരു അപസ്മാരം നിയന്ത്രിക്കാനായിട്ട് മസ്തിഷ്കത്തിലെ ചിപ്പ് ഘടിപ്പിച്ച ലോകത്തിലെ ആദ്യത്തെ വ്യക്തിയാണ് ഓറൻ നോൾസൺ. ഇനി 2024 ഏപ്രിലിൽ പ്രളയത്തിൽ തകർന്ന കിജാബെ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് കെനിയയിലാണ്. കിജാബെ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന എവിടെയാണെന്ന് ചോദിച്ചാൽ എവിടെയാണ്? കെനിയയിലാണ് കിജാബെ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത്. ഇനി 2024 മെയ്യിൽ മണ്ണിടിച്ചിലിനെ തുടർന്ന് നിരവധി പേർ മരണപ്പെട്ട ദക്ഷിണ പസഫിക് ദ്വീപ് രാജ്യം. 2024 മെയ്യിൽ മണ്ണിടിച്ചിലിനെ തുടർന്ന് നിരവധി പേർ മരണപ്പെട്ട ദക്ഷിണ പസഫിക് ദ്വീപ് രാജ്യമാണ് ഏത്? പാപ്പുവ ന്യൂഗിനിയ. അപ്പോ പാപ്പുവ ന്യൂഗിനിയയുടെ എൻഗ പ്രവിശ്യയിലാണ് ഇത്തരത്തില് മണ്ണിടിച്ചിൽ ഉണ്ടായത്. ഒരുപാട് പേര് മരണത്തിന് ഇരയാക്കപ്പെട്ടതും.
അപ്പോ പാപ്പുവ ന്യൂഗിനിയ എന്ന് പറയുന്നത് ഒരു ദക്ഷിണ പസഫിക് ദ്വീപ് രാജ്യമാണ്, ഓർത്തിരിക്കുക. പാപ്പുവ ന്യൂഗിനിയയുടെ തലസ്ഥാനം പോർട്ട് മൊറാസ്ബി ആണ്. പോർട്ട് മൊറാസ്ബി ആണ് പാപ്പുവ ന്യൂഗിനിയയുടെ തലസ്ഥാനം എന്ന് പറയുന്നത്. ഇനി നമ്മുടെ ഗ്രഹങ്ങളുടെ പട്ടികയിൽ 2006 ഇന്റർനാഷണൽ അസ്ട്രോണമിക്കൽ യൂണിയൻ ആ ഒരു ഗ്രഹ പദവിയിൽ നിന്ന് നീക്കിയ അല്ലെങ്കിൽ നീക്കം ചെയ്യപ്പെട്ട ഒരു കുള്ളൻ ഗ്രഹമാണ് പ്ലൂട്ടോ എന്ന് പറയുന്നത്, അല്ലെ? പ്ലൂട്ടോ 2006 ഇന്റർനാഷണൽ അസ്ട്രോണമിക്കൽ യൂണിയൻ പ്ലൂട്ടോയെ എന്ത് ചെയ്തു? ഗ്രഹ പദവിയിൽ നിന്ന് നീക്കം ചെയ്തു. അതായത് ഗ്രഹത്തിൻ്റെതായിട്ടുള്ള യാതൊരു ക്രൈറ്റീരിയാസും ഫോളോ ചെയ്യുന്നില്ല എന്നുള്ള കാരണം കൊണ്ട് എന്ത് ചെയ്തു? പ്ലൂട്ടോയെ ഗ്രഹ പദവിയിൽ നിന്ന് നീക്കം ചെയ്തു. എന്നാൽ റീസെന്റ് ആയിട്ട് പ്ലൂട്ടോയെ സംസ്ഥാന ഗ്രഹമായിട്ട് അമേരിക്കയിലെ ഒരു സംസ്ഥാനം എന്ത് ചെയ്തു? പ്രഖ്യാപിച്ചു. അപ്പൊ അമേരിക്കയിലെ ഏത് സംസ്ഥാനമാണ് പ്ലൂട്ടോയെ സംസ്ഥാന ഗ്രഹമായിട്ട് പ്രഖ്യാപിച്ചതെന്ന് ചോദിച്ചാൽ അരിസോണയാണ്. അരിസോണ അല്ലെ? ഇപ്പൊ എല്ലാരും മാറ്റി നിർത്തിയ പ്ലൂട്ടോയെ അരേ സോണാരേ, നമ്മൾ പഠിച്ച ഓർമ്മയുണ്ടോ? അരേ സോണാരേ എന്നൊക്കെ വിളിച്ചത് ആരാണ്? അരിസോണയാണ്, അല്ലെ? സ്നേഹത്തോടുകൂടി വിളിച്ച് സംസ്ഥാന ഗ്രഹമാക്കി മാറ്റി പ്ലൂട്ടോയെ. പക്ഷെ പ്ലൂട്ടോ എന്തല്ല, ഗ്രഹമല്ല, കുള്ളൻ ഗ്രഹമാണ്. ഓക്കെ, അപ്പൊ കെയ്റോൺ, സ്റ്റിക്സ്, നിക്സ്, കെർബറോസ്, ഹൈഡ്ര എന്നിവയാണ് പ്ലൂട്ടോയുടെ ഉപഗ്രഹങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ അത് ഓർത്തിരിക്കുക. US വെച്ച് കണ്ടെത്തിയ സൗരയൂഥത്തിലെ ഏക ഗ്രഹമാണ് പ്ലൂട്ടോ എന്ന് പറയുന്നത് കേട്ടോ. അതുകൊണ്ടായിരിക്കണം US പ്ലൂട്ടോയുടെ ഒരു പ്രത്യേക സ്നേഹം. US വെച്ച് കണ്ടെത്തിയ സൗരയൂഥത്തിലെ ഏക ഗ്രഹമാണ് പ്ലൂട്ടോ. 1930 അരിസോണയിലെ ഫ്ലാഗ് സ്റ്റാഫിലുള്ള ലോവൽ ഒബ്സർവേറ്ററിയിൽ വെച്ച് അമേരിക്കൻ ശാസ്ത്രജ്ഞനായിട്ടുള്ള ക്ലൈഡ് ടോംബോ ആണ് പ്ലൂട്ടോയെ കണ്ടെത്തിയത്. ക്ലൈഡ് ടോംബോ. അടുത്ത നോക്കാം. സ്റ്റോം വാട്ടർ ചാർജ് ആൻഡ് വാട്ടർ സർവീസ് ചാർജ് കൺസൾട്ടേഷൻ. സ്റ്റോം വാട്ടർ ചാർജ് ആൻഡ് വാട്ടർ സർവീസ് ചാർജ് കൺസൾട്ടേഷൻ എന്ന് പറയുന്ന നികുതി ഏർപ്പെടുത്തിയത് റീസെന്റ് ആയിട്ട് കാനഡയാണ്. കാനഡയിലെ ടൊറന്റോ നഗരവാസികൾക്കാണ് ഏപ്രിൽ മുതൽ ഇത്തരത്തിൽ മഴയ്ക്ക് നികുതി നൽകേണ്ടി വരുന്നത്, അല്ലെങ്കിൽ മഴയ്ക്ക് നികുതി കൊടുക്കേണ്ടത്. അപ്പൊ സ്റ്റോം വാട്ടർ ചാർജ് ആൻഡ് വാട്ടർ സർവീസ് ചാർജ് കൺസൾട്ടേഷൻ എന്ന് പറയുന്ന നികുതി നൽകേണ്ടത് കാനഡയിലാണ്. ഇനി അടുത്തത് 2024 ഏപ്രിലിൽ വ്യോമാക്രമണത്തിൽ തകർക്കപ്പെട്ട ട്രിപ്പിൾസ്ക എന്ന് പറയുന്ന വൈദ്യുത നിലയമുണ്ട്. ട്രിപ്പിൾസ്ക വൈദ്യുത നിലയം ഇത് സ്ഥിതി ചെയ്യുന്നത് ഉക്രൈനിലാണ് കേട്ടോ. ഉക്രൈനിലാണ് റീസെന്റ് ആയിട്ട് തകർക്കപ്പെട്ട ട്രിപ്പിൾസ്ക വൈദ്യുത നിലയം സ്ഥിതി ചെയ്യുന്നത്. വ്യോമാക്രമണത്തിലാണ് ട്രിപ്പിൾസ്ക വൈദ്യുത നിലയം തകർക്കപ്പെട്ടത്. ഇനി 2024 ഏപ്രിലിൽ ഊർജ പ്രതിസന്ധിയെ തുടർന്ന് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെട്ട തെക്കേ അമേരിക്കൻ രാജ്യമാണ് ഇക്വഡോർ എന്ന് പറയുന്നത്. ഇക്വഡോർ ഊർജ പ്രതിസന്ധിയെ തുടർന്ന് എനർജി ക്രൈസിസ് വന്നതിനെ തുടർന്ന് റീസെന്റ് ആയിട്ട് 2024 ഏപ്രിലില് ഊർജ പ്രതിസന്ധിയെ തുടർന്ന് അടിയന്തരാവസ്ഥ എമർജൻസി പ്രഖ്യാപിക്കപ്പെട്ട തെക്കേ അമേരിക്കൻ രാജ്യം ഏതാണ്? ഇക്വഡോറാണ് ഇത്തരത്തിൽ എന്ത് ചെയ്തത്? ഊർജ പ്രതിസന്ധിയെ തുടർന്ന് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെട്ടത്. ഇനി റീസെന്റ് ആയിട്ട് വാർത്തകളിൽ ഇടം നേടിയ ഒരു ദ്വീപാണ് കച്ചത്തീവ് എന്ന് പറയുന്ന ദ്വീപ്. കച്ചത്തീവ് ദ്വീപ്. ഈ കച്ചത്തീവ് ദ്വീപ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ നമ്മുടെ തൊട്ടടുത്ത രാജ്യമായിട്ടുള്ള ശ്രീലങ്കയിലാണ്. നമ്മുടെ അയൽ രാജ്യമായിട്ടുള്ള ശ്രീലങ്കയിലാണ് കച്ചത്തീവ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോ നോക്കിക്കേ, ഈ കച്ചത്തീവ് എന്ന് പറയുന്നത് പാക് കടലിടുക്ക്, പാക് സ്ട്രൈറ്റ് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ട്. പാക് സ്ട്രൈറ്റിലെ ഒരു ദ്വീപാണ് കച്ചത്തീവ് എന്ന് പറയുന്നത്. പാക് കടലിടുക്കിലെ ദ്വീപാണ് കച്ചത്തീവ്. ശ്രീലങ്കയിലെ ജാഫ്ന ജില്ലയുടെ ഭാഗമാണ് കച്ചത്തീവ്. ശ്രീലങ്കയുടെയും ഇന്ത്യയുടെയും ഇടയിലുള്ള പാക് കടലിടുക്കിലാണ് ഈ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത്, അല്ലെ? പാക് സ്ട്രൈറ്റിലാണ് എന്ത് ചെയ്യുന്നത്? ഇത് സ്ഥിതി ചെയ്യുന്നത്. ശ്രീലങ്കയുടെയും ഇന്ത്യയുടെയും ഇടയിലുള്ള പാക് സ്ട്രൈറ്റിലാണ് കച്ചത്തീവ് ദ്വീപ് എന്ത് ചെയ്യുന്നത്? സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ശ്രീലങ്കയിലെ ജാഫ്ന ജില്ലയുടെ ഭാഗമാണ് ഏതെന്ന് പറയുന്നത്? കച്ചത്തീവ് ദ്വീപ് എന്ന് പറയുന്നത്. അപ്പൊ അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ഈ ഇടയ്ക്ക് വാർത്താ പ്രാധാന്യം നേടിയെന്ന് ചോദിച്ചാൽ, 1974 ഇന്ദിരാഗാന്ധി മാരിടൈം ഉടമ്പടിയിലൂടെയാണ് കച്ചത്തീവ് ശ്രീലങ്കയ്ക്ക് വിട്ടുകൊടുത്തത്. അപ്പൊ അതുവരെ 74 മുന്നേ വരെ കച്ചത്തീവ്
ഇന്ത്യയുടെ അധീനതയിലായിരുന്നു. 74 മാരിടൈം ഉടമ്പടിയിലൂടെ എന്ത് ചെയ്യുന്നു? ശ്രീലങ്കയ്ക്ക് കച്ചത്തീവ് ദ്വീപ് അന്നത്തെ നമ്മുടെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി നൽകുകയാണ്. അപ്പോ അതിനുശേഷം പിന്നീട് 2024 ഇത് വലിയ ചർച്ചാ വിഷയമായി. ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലാണ് ഈ വിഷയം വന്നിട്ടുണ്ടായിരുന്നത്. നമുക്ക് അതറിയേണ്ട ആവശ്യമില്ലെങ്കിലും ഈ ദ്വീപ് ഇപ്പൊ സ്ഥിതി ചെയ്യുന്ന അല്ലെങ്കിൽ ഇപ്പോ ശ്രീലങ്കയുടെ അധീനതയിൽ, കാരണം ഇത് സംസാര വിഷയമാകാൻ കാരണം പലപ്പോഴും ഇന്ത്യയുടെ മതപരമായിട്ടും അതുപോലെ തന്നെ ഇന്ത്യയിൽ മത്സ്യത്തൊഴിലാളികളുമായിട്ടും ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു ദ്വീപാണ് ഈ കച്ചത്തീവ് എന്ന് പറയുന്നത്. കച്ചത്തീവ് ദ്വീപ്, അതിന്റെ കച്ചത്തീവ് ദ്വീപ് സ്ഥിതി ചെയ്യുന്ന ആ സമുദ്രഭാഗങ്ങളിൽ ഒരുപാട് മത്സ്യസമ്പത്തുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ഇന്ത്യയിൽ നിന്ന് ഒരുപാട് മത്സ്യത്തൊഴിലാളികൾ ആ മേഖലയിലേക്ക് പോകാറുണ്ട്. പലപ്പോഴും ശ്രീലങ്കൻ കോസ്റ്റ് ഗാർഡ് ഇവരെ എന്ത് ചെയ്യാറുണ്ട്? അറസ്റ്റ് ചെയ്യുകയും അല്ലെങ്കിൽ ശ്രീലങ്ക പോലീസ് ഇവരെ കസ്റ്റഡിയിലാക്കുകയൊക്കെ ചെയ്യാറുണ്ട്, ഇത്തരത്തിൽ അതിർത്തി കടന്നു വന്നു എന്നുള്ള പേരിൽ. അപ്പൊ അങ്ങനെ നിരന്തര സംഭവമായ സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ കച്ചത്തീവ് ദ്വീപ് വാർത്തകളിലൊക്കെ ഇടം നേടുകയും പിന്നീട് അതൊരു രാഷ്ട്രീയമായിട്ടുള്ള തർക്കമായിട്ട് മാറുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പൊ അത് നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് ഓർത്തു വെക്കുക. പാക് കടലിടുക്കിലാണ് ഈ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ റീസെന്റ് ആയിട്ട് നമ്മുടെ വേൾഡ് ഫാക്ട് ചോദിച്ച മറ്റൊരു സാധനമാണ് ബ്രിട്ടനിൽ കണ്ടെത്തിയ പുതിയ രക്തഗ്രൂപ്പ്. നമ്മൾ പഠിച്ച കാര്യമാണ്. 2024 സെപ്റ്റംബറിൽ ബ്രിട്ടനിലെ NHS ശാസ്ത്രജ്ഞർ കണ്ടെത്തിയ പുതിയ രക്തഗ്രൂപ്പ്, പുതിയ ഈ ഒരു ബ്ലഡ് ഗ്രൂപ്പ്, ഈ ബ്ലഡ് ഗ്രൂപ്പിന് നൽകിയ പേരാണ് MAL എന്ന് പറയുന്നത്. MAL എന്ന് പറഞ്ഞ ബ്ലഡ് ഗ്രൂപ്പാണ് റീസെന്റ് ആയിട്ട് കണ്ടെത്തിയത്. 1972 കണ്ടെത്തിയെന്ന ANWJ ആന്റിജൻ ഗ്രൂപ്പിൽ നടത്തിയ ഗവേഷണമാണ് ഇത്തരത്തില് MAL എന്ന് പറയുന്ന ബ്ലഡ് ഗ്രൂപ്പ് കണ്ടെത്താനായിട്ട് സഹായിച്ചത്. ANWJ എന്ന് പറയുന്ന ആന്റിജൻ ഗ്രൂപ്പിൽ നടത്തിയ ഗവേഷണമാണ് എന്തിനു സഹായിച്ചത്? MAL എന്ന് പറയുന്ന രക്തഗ്രൂപ്പ് കണ്ടുപിടിക്കാനായിട്ട് സഹായിച്ചത്. അപ്പൊ ബ്രിട്ടനിലെ NHS ശാസ്ത്രജ്ഞർ കണ്ടെത്തിയ പുതിയ രക്തഗ്രൂപ്പാണ് ഏതെന്ന് പറയുന്നത്? MAL എന്ന് പറയുന്ന രക്തഗ്രൂപ്പ്. ഇനി അതുപോലെ ചോദിച്ച മറ്റൊരു ചോദ്യം, ഇത് ഫസ്റ്റ് ഫേസിലും ഉണ്ടായിരുന്നു അല്ലെ, നമ്മുടെ സെക്കൻഡ് ഫേസിലും ഉണ്ടായിരുന്നു ഈ ചോദ്യം. മനുഷ്യ മസ്തിഷ്കത്തിൽ ആദ്യമായിട്ട് വയർലെസ് ചിപ്പ് വിജയകരമായി സ്ഥാപിച്ച ഇലോൺ മസ്കിന്റെ കമ്പനി. നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്തുകൊണ്ട് കൂടുതൽ പറയുന്നതിന് നിങ്ങൾക്കറിയാം ന്യൂറാലിങ്ക് ആണ്. അതായത് നമ്മുടെ അൽഷിമേഴ്സ് ഒക്കെ ബാധിച്ചിട്ടുള്ളവർക്കും കൈകളുടെ ചലനശേഷി നഷ്ടപ്പെട്ടിട്ടുള്ളവർക്കൊക്കെ വളരെ അഭികാമ്യമായിട്ടുണ്ടായിരുന്ന ഒരു പ്ലാൻ ആയിരുന്നു ഇലോൺ മസ്കിന്റെ ന്യൂറാലിങ്ക് വഴി നടത്തിയിട്ടുണ്ടായിരുന്നത്. അതായത് മനുഷ്യ മസ്തിഷ്കത്തിൽ ചിപ്പ് ഘടിപ്പിക്കും, ടെലിപ്പതി എന്ന് പറയുന്ന ചിപ്പ് ഘടിപ്പിച്ച് കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ കൈകളുടെ സഹായം ഇല്ലാതെ തന്നെ നമ്മുടെ ബ്രെയിനിലേക്ക് വരുന്ന മെസ്സേജസ് യൂസ് ചെയ്തിട്ട് നമുക്ക് കമ്പ്യൂട്ടറും നമ്മുടെ ഫോണും ഒക്കെ നമുക്ക് പ്രവർത്തിപ്പിക്കാനായിട്ട് കഴിയുന്ന രീതിയിലാണ് ന്യൂറാലിങ്ക് പരീക്ഷണം നടത്തിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഇനി അത് ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അടുത്ത ചോദിച്ച ചോദ്യമാണ് 2024 കോപ്പ അമേരിക്ക ഫുട്ബോൾ ജേതാക്കൾ ആരാണ്? 2024 കോപ്പ അമേരിക്ക ഫുട്ബോൾ ജേതാക്കള് അർജന്റീനയാണ് അല്ലെ. 2024 കോപ്പ അമേരിക്ക ഫുട്ബോൾ ജേതാക്കൾ എന്ന് പറയുന്ന അർജന്റീനയാണ്. ഫൈനലില് കൊളംബിയയാണ് അർജന്റീന പരാജയപ്പെടുത്തിയത്. ഫൈനലില് ആരെയാണ് അർജന്റീന പരാജയപ്പെടുത്തിയെന്ന് ചോദിച്ചാൽ കൊളംബിയയാണ് പരാജയപ്പെടുത്തിയത്. സോ 2024 അർജന്റീന തുടർച്ചയായിട്ട് നേടുന്ന രണ്ടാമത്തെ കോപ്പ അമേരിക്ക കിരീടവും മൊത്തത്തില് ഉള്ള 16ാമത്തെ കിരീടമാണ് അർജന്റീനയെ കിട്ടിയത്. അതായത് 16ാം തവണയാണ് 2024 അർജന്റീന കോപ്പ അമേരിക്ക കിരീടം നേടുന്നത്. എന്നാൽ തുടർച്ചയായിട്ട് എത്രാം തവണയാണെന്ന് ചോദിച്ചാൽ ഇത് 2ാം തവണ. കാരണം 2021 ഇതിനു മുൻപ് നമ്മുടെ അർജന്റീനയ്ക്ക് കോപ്പ അമേരിക്ക കിരീടം ലഭിച്ചത്. ഓർത്തുവെക്കുക, തുടർച്ചയായി 2ാം തവണ, മൊത്തത്തില് 16ാം തവണയുള്ള കിരീടമാണ് കോപ്പ അമേരിക്കയിൽ അർജന്റീനയ്ക്ക് കിട്ടുന്നത്. ഇനി മികച്ച താരം, കോപ്പ അമേരിക്കയിലെ മികച്ച താരം ഹാമസ് റോഡ്രിഗസ് ആയിരുന്നു. കൊളംബിയയുടെ ഹാമസ് റോഡ്രിഗസ് ആയിരുന്നു മികച്ച താരം. ഗോൾഡൻ ബൂട്ട് കിട്ടിയത് ലൗതാരോ മാർട്ടിനസിനാണ് ഗോൾഡൻ ബൂട്ട് കിട്ടിയത്. ഇനി മികച്ച ഗോൾ കീപ്പർ എമിലിയാനോ മാർട്ടിനസ് ആയിരുന്നു. അർജന്റീനയുടെ താരമായിട്ടുള്ള എമിലിയാനോ മാർട്ടിനസ് ആയിരുന്നു മികച്ച ഗോൾ കീപ്പർ. ഇനി ഫെയർ പ്ലേ അവാർഡ് കിട്ടിയത് കൊളംബിയയ്ക്കാണ് ഫെയർ പ്ലേ അവാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇനി 2024 കോപ്പ അമേരിക്കയുടെ ഭാഗ്യചിഹ്നം നമുക്കൊന്ന് നോക്കാം. ക്യാപ്റ്റൻ എന്ന പേരുള്ള കഴുകനായിരുന്നു 2024
കോപ്പ അമേരിക്കയുടെ ഭാഗ്യചിഹ്നം എന്ന് പറയുന്ന ക്യാപ്റ്റൻ എന്ന പേരുള്ള കഴുകനായിരുന്നു 2024 കോപ്പ അമേരിക്കയുടെ ഭാഗ്യചിഹ്നം. കോപ്പ അമേരിക്ക മത്സരങ്ങൾക്കുള്ള ഔദ്യോഗിക പന്തിന്റെ പേരെന്ന് പറയുന്നത് പ്യൂമയുടെ കുംബ്രയാണ്. കോപ്പ അമേരിക്ക മത്സരങ്ങൾക്ക് യൂസ് ചെയ്ത ഒഫീഷ്യൽ ബോളാണ് കുംബ്രെ. ഇനി ഈ കോപ്പ അമേരിക്കയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. ആദ്യമായിട്ട് വനിതാ റഫറിമാര് ഈ മത്സരങ്ങൾ നിയന്ത്രിച്ചു എന്നുള്ളത് 2024 കോപ്പ അമേരിക്ക മത്സരത്തിന്റെ പ്രത്യേകതയായിരുന്നു. വനിതാ റഫറിമാര് മത്സരം നിയന്ത്രിച്ചു. ഇനി വേദി USA ആയിരുന്നു കേട്ടോ. 2024 കോപ്പ അമേരിക്കയുടെ വേദി എവിടെയായിരുന്നു? USA ആയിരുന്നു. ഭാഗ്യചിഹ്നം മറക്കണ്ട, ക്യാപ്റ്റൻ എന്ന പേരുള്ള കഴുകൻ. ഓക്കെ, കപ്പിത്താൻ അഥവാ ക്യാപ്റ്റൻ. ഇനി നമുക്ക് യൂറോ കപ്പും കൂടെ നോക്കാം. 2024 യൂറോ കപ്പ് നടന്നത് ജർമ്മനിയിൽ വെച്ചിട്ടാണ്. 2024 യൂറോ കപ്പ് നടന്നത് ജർമ്മനിയിൽ വെച്ചിട്ടാണ്. ജേതാക്കള് സ്പെയിനാണ്. ജേതാക്കൾ ആരാണ്? സ്പെയിനാണ്. ഇംഗ്ലണ്ടിനെ പരാജയപ്പെടുത്തിയിട്ടാണ് നമ്മുടെ സ്പെയിന് 2024 യൂറോ കപ്പ് നേടുന്നത്. ഇംഗ്ലണ്ടിനെ പരാജയപ്പെടുത്തിയിട്ട് 4 പ്രാവശ്യം യൂറോ കപ്പ് നേടുന്ന ആദ്യത്തെ ടീമാണ് സ്പെയിൻ എന്ന് പറയുന്നത്. 4 പ്രാവശ്യം യൂറോ കപ്പ് നേടുന്ന ആദ്യ ടീം. 1964, 2008, 2012, 2024 വർഷങ്ങളിൽ ആര് യൂറോ കപ്പ് നേടിയിട്ടുണ്ട്? സ്പെയിൻ യൂറോ കപ്പ് നേടിയിട്ടുണ്ട്. 1964, 2008, 2012, 2024 വർഷങ്ങളിൽ സ്പെയിൻ എന്ത് നേടിയിട്ടുണ്ട്? യൂറോ കപ്പ് നേടിയിട്ടുണ്ട്. അപ്പൊ 4 പ്രാവശ്യം യൂറോ കപ്പ് നേടുന്ന ആദ്യ ടീം. അത് നോക്കി വെച്ചിരിക്കുന്ന ചിലപ്പോൾ അത് ചോദിക്കും. ഇനി 2024 യൂറോ കപ്പിന്റെ വേദി ജർമ്മനിയാണെന്ന് നമ്മൾ പറഞ്ഞു. 2028 യൂറോ കപ്പിന്റെ വേദി ബ്രിട്ടനും അതുപോലെ തന്നെ അയർലൻഡും ആയിരുന്നു. ബ്രിട്ടനും അതുപോലെ തന്നെ അയർലൻഡും ആയിരുന്നു 2028 യൂറോ കപ്പിന്റെ വേദി എന്ന് പറയുന്നത് ബ്രിട്ടനും അയർലൻഡും. ഓക്കെ, ഇനി യൂറോ കപ്പിന്റെ ഭാഗ്യചിഹ്നം എന്ന് പറയുന്നത് ആൽബർട്ട് എന്ന് പറയുന്ന കരടിയായിരുന്നു യൂറോ കപ്പിന്റെ ഭാഗ്യചിഹ്നം എന്ന് പറയുന്നത്. യൂറോ കപ്പിന്റെ ഔദ്യോഗിക പന്ത് ഫുസ്ബെല്ലിബെ ആണ്. യൂറോ കപ്പിന്റെ ഔദ്യോഗിക പന്ത് ഫുസ്ബെല്ലിബെ എന്ന് പറഞ്ഞ ജർമ്മൻ പേരാണ്. നമ്മൾ നേരത്തെ കോപ്പ അമേരിക്കയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന പന്ത് നമ്മൾ പറഞ്ഞു പ്യൂമയുടെ കുംബ്ര എന്ന് പറയുന്ന പന്തെന്നായിരുന്നു നമ്മൾ പറഞ്ഞു അല്ലെ. കുംബ്രയാണ് പേര്. ഇവിടെ യൂറോ കപ്പിന് വേണ്ടി യൂസ് ചെയ്യുന്നത് ഫുസ്ബെല്ലിബെ എന്ന് പറയുന്ന പന്താണ്. ജർമ്മൻ പേരാണ്. അതിന്റെ അർത്ഥം ഫുട്ബോളിന്റെ ഇഷ്ടം എന്നുള്ളതാണ്. ഫുസ്ബെല്ലിബെ എന്ന് പറയുന്ന പേരിന്റെ അർത്ഥം. കടും ചുവപ്പും നീലയും പച്ചയും ഓറഞ്ചും ഒക്കെ നിറഞ്ഞിട്ടുള്ള ഒരു കളർഫുൾ ആയിട്ടുള്ള പന്താണ് ഫുസ്ബെല്ലിബെ. അടുത്ത ചോദ്യം, 2024 മികച്ച നടനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നേടിയ നടൻ ആരാണ്? സോ നമുക്കറിയാം പൃഥ്വിരാജാണ് 2024 കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നേടിയ നടൻ എന്ന് പറയുന്നത്. നമ്മുടെ ആടുജീവിതം എന്ന് പറയുന്ന സിനിമയിലെ അഭിനയത്തിനാണ് പൃഥ്വിരാജിന് പുരസ്കാരം ലഭിച്ചത് അല്ലെ. ആടുജീവിതം എന്ന് പറയുന്ന സിനിമയിലെ അഭിനയത്തിനാണ് പൃഥ്വിരാജിന് പുരസ്കാരം ലഭിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ നിങ്ങൾ അവിടെ നോക്കേണ്ടത് നമ്മുടെ 54ാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരവും 70ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരവും ഒന്ന് നോക്കി വെക്കണം. 54ാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരവും 70ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരവും എന്ത് ചെയ്യണം? ഒന്ന് നോക്കിയിട്ടേ പോകാവൂ. നമ്മൾ കഴിഞ്ഞ സെക്കൻഡ് ഫേസിലും നമ്മളിത് ഡിസ്കസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാത്തത്. അപ്പൊ എന്തായാലും നെക്സ്റ്റ് എക്സാം എഴുതാൻ പോകുന്നവര് 53ഉം 69ഉം 53ാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരവും 69ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരവും 54ഉം 70ഉം. ഓക്കെ, ദേശീയ ചലച്ചിത്ര പുരസ്കാരം 69ഉം 70ഉം, സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം 53ഉം 54ഉം. രണ്ടും നോക്കി വെച്ചിട്ട് പോകണം. 4എണ്ണവും നോക്കി വെച്ചിട്ട് പോകുന്നത് നല്ലതായിരിക്കും. അവിടെ നിന്നായിരിക്കും ചോദ്യം വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ പുരസ്കാരത്തെ കുറിച്ച് ഈ പ്രാവശ്യം ഒരു ചോദ്യം ഉണ്ടായിരുന്നു. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ 2024 ബാലസാഹിത്യ പുരസ്കാരം ലഭിച്ചത് ഉണ്ണി അമ്മയമ്പലത്തിന്. പഠിച്ചവർക്ക് ഓർമ്മയുണ്ടായിരിക്കും ഉണ്ണി അമ്മയമ്പലം. അപ്പൊ ഉണ്ണി അമ്മയമ്പലത്തിന്റെ ഏത് കൃതിക്കാണ് പുരസ്കാരം ലഭിച്ചത് എന്ന രീതിയിൽ ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് നോക്കാം. അപ്പൊ മലയാളത്തിൽ നിന്നുള്ള 2024 ബാലസാഹിത്യ പുരസ്കാരം ലഭിച്ചത്
അൽഗോരിതങ്ങളുടെ നാട് എന്ന് പറയുന്ന കൃതിക്കാണ്. അൽഗോരിതങ്ങളുടെ നാട്, അൽഗോരിതങ്ങളുടെ നാട്. അപ്പൊ അൽഗോരിതങ്ങളുടെ നാടെന്ന് പറയുന്ന കൃതി രചിച്ചത് ആരാണ്? ഉണ്ണി അമ്മയമ്പലമാണ്. കുട്ടികളുടെ നോവലാണ്. ഉണ്ണി അമ്മയമ്പലം രചിച്ചിട്ടുണ്ടായിരുന്ന കുട്ടികളുടെ നോവലാണ് എന്ന് പറയുന്നത് അൽഗോരിതങ്ങളുടെ നാടെന്ന് പറയുന്നത്. സോ അതുപോലെ തന്നെ 2024 നമ്മുടെ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ യുവ എഴുത്തുകാർക്കുള്ള പുരസ്കാരം ലഭിച്ചത് ആർ ശ്യാംകൃഷ്ണനാണ്. ആർ ശ്യാംകൃഷ്ണന്റെ മീശക്കള്ളൻ എന്ന് പറയുന്ന ചെറുകഥാ സമാഹാരത്തിനാണ് പുരസ്കാരം ലഭിച്ചത്. മീശക്കള്ളൻ എന്ന് പറയുന്ന ചെറുകഥാ സമാഹാരത്തിന്. ഇനി അവിടെ നിന്ന് നമുക്ക് ഒരു സാധനവും കൂടി എക്സ്ട്രാ പഠിക്കണം. കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ചോദിച്ചല്ലോ. ഇപ്പൊ 2023 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം കൂടി നമുക്കൊന്ന് നോക്കി വെക്കാം. ഓക്കെ, 2022 നിങ്ങളൊന്ന് നോക്കിക്കോണേ. നമ്മൾ ക്ലാസ്സിൽ ഒത്തിരി തവണ പറഞ്ഞിട്ടുള്ള നമ്മുടെ PF മാത്യൂസിന്റെ മുഴക്കവും അതുപോലെ തന്നെ നമ്മുടെ ഷിനിലാലിന്റെ സമ്പർക്കക്രാന്തിയും ഒക്കെ നമ്മൾ പഠിച്ചതാണ് അല്ലെ. നോവൽ സമ്പർക്കക്രാന്തിയാണ് മികച്ച നോവൽ 2022 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരത്തില്. അതുപോലെ തന്നെ നമ്മുടെ വി ഷിനിലാലിന്റെ നോവൽ സമ്പർക്കക്രാന്തി, PF മാത്യൂസിന്റെ മുഴക്കം മികച്ച ചെറുകഥ, NG ഉണ്ണികൃഷ്ണന്റെ കവിതാ സമാഹാരത്തിന് പുരസ്കാരം ലഭിച്ചു എന്നൊക്കെ നമ്മൾ പഠിച്ചതാണ്. അപ്പൊ അത് ഓർത്തിരിക്കണം, അത് നോക്കണം. 2023 കേരള സാഹിത്യ അക്കാദമി നമുക്കൊന്ന് നോക്കാം. 2023 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരത്തില് മികച്ച കവിതയ്ക്കുള്ള പുരസ്കാരം ലഭിച്ചത് കൽപ്പറ്റ നാരായണനാണ്. കൽപ്പറ്റ നാരായണന്റെ തിരഞ്ഞെടുത്ത കവിതകൾ എന്ന് പറയുന്ന ആ ഒരു സമാഹാരത്തിനാണ് പുരസ്കാരം ലഭിച്ചത്. കവിതാ പുരസ്കാരം 2023 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരത്തിൽ മികച്ച കവിതാ പുരസ്കാരം ലഭിച്ചത് കൽപ്പറ്റ നാരായണനാണ്. കൽപ്പറ്റ നാരായണൻ. ഇനി നോവൽ, മികച്ച നോവൽ ഹരിദാസ് സാവിത്രിയുടെ സിൻ എന്ന് പറയുന്ന നോവലിനാണ് പുരസ്കാരം ലഭിച്ചത്. നോക്കി വെക്കണം. ഈ ഒരു നോവലിന് ഹരിദാസ് സാവിത്രിക്ക് മുൻപും പല പുരസ്കാരങ്ങളും ഇപ്പൊ ഈ കേരള സാഹിത്യ അക്കാദമി പുരസ്കാരത്തിന് ശേഷവും ഈ സിൻ എന്ന് പറയുന്ന നോവലിന് പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ നോവൽ നിങ്ങൾ പ്രത്യേകം ഒന്ന് ഓർത്തു വെക്കുക. നോവലിനുള്ള പുരസ്കാരം ലഭിച്ചത് ഹരിദാസ് സാവിത്രിയുടെ സിൻ. ഇനി ചെറുകഥാ പുരസ്കാരം ലഭിച്ചോ നോക്കിക്കേ. ഉദയ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ്. ഉദയ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ്, N രാജന്റെ ഉദയ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് എന്ന് പറയുന്ന കൃതിക്കാണ് മികച്ച ചെറുകഥാ പുരസ്കാരം ലഭിച്ചത്. അപ്പൊ മികച്ച കവിതാ പുരസ്കാരം കൽപ്പറ്റ നാരായണന്റെ തിരഞ്ഞെടുത്ത കവിതകൾ. മികച്ച നോവലിനുള്ള പുരസ്കാരം ഹരിദാസ് സാവിത്രിയുടെ സിന്നാണ്. മികച്ച ചെറുകഥാ പുരസ്കാരം ഉദയ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ N രാജന്റെ ഉദയ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് എന്ന് പറഞ്ഞ കൃതിക്കാണ് പുരസ്കാരം ലഭിച്ചത്. ഇനി മികച്ച സാഹിത്യ വിമർശനം നോക്കിക്കേ. P പവിത്രൻ ഭൂപടം തലതിരിക്കുമ്പോൾ എന്ന് പറയുന്ന P പവിത്രന്റെ കൃതിക്കാണ് മികച്ച സാഹിത്യ വിമർശനത്തിനുള്ള പുരസ്കാരം ലഭിച്ചത്. മികച്ച സാഹിത്യ വിമർശനത്തിനുള്ള പുരസ്കാരം ലഭിച്ചത് P പവിത്രന്റെ ഭൂപടം തലതിരിക്കുമ്പോൾ. ഇനി വൈജ്ഞാനിക സാഹിത്യ മേഖലയിൽ പുരസ്കാരം ലഭിച്ചത് B രാജീവന്റെ ഇന്ത്യയെ വീണ്ടെടുക്കൽ എന്ന് പറയുന്ന കൃതിക്കാണ്. ഇന്ത്യയെ വീണ്ടെടുക്കൽ. വൈജ്ഞാനിക സാഹിത്യ മേഖലയിൽ പുരസ്കാരം ലഭിച്ചത് ഇന്ത്യയെ വീണ്ടെടുക്കൽ, B രാജീവന്റെ ഇന്ത്യയെ വീണ്ടെടുക്കൽ. ഇനി ജീവചരിത്രം അഥവാ ആത്മകഥ, മികച്ച ജീവചരിത്രം അഥവാ ആത്മകഥാ വിഭാഗത്തിലെ പുരസ്കാരം ലഭിച്ചത് K വേണുവിന്റെ ഒരു അന്വേഷണത്തിന്റെ കഥ എന്ന് പറയുന്ന കൃതിക്കാണ്. K വേണുവിന്റെ ഒരു അന്വേഷണത്തിന്റെ കഥ എന്ന് പറയുന്ന കൃതിക്കാണ് മികച്ച ജീവചരിത്രം അഥവാ ആത്മകഥാ വിഭാഗത്തിലെ പുരസ്കാരം ലഭിച്ചത്. ഇനി യാത്രാ വിവരണം, മികച്ച യാത്രാ വിവരണ മേഖലയിൽ പുരസ്കാരം ലഭിച്ചത് നന്ദിനി മേനോനാണ്. നന്ദിനി മേനോന്റെ ആംചോ ബസ്തർ എന്ന് പറയുന്ന കൃതിക്കാണ്. ആംചോ ബസ്തർ. നാടകം ഗിരീഷ് PC പാലത്തിന്റെ E for ഈഡിപ്പസ് എന്ന് പറയുന്ന നാടകത്തിന് വിവർത്തന പുരസ്കാരം AM ശ്രീധരന്റെ കഥാ കഥികെ എന്ന് പറയുന്ന കൃതിക്കാണ് വിവർത്തനത്തിലുള്ള പുരസ്കാരം ലഭിച്ചത്. ഇനി ബാലസാഹിത്യം, പെൺകുട്ടിയും കൂട്ടരും എന്ന് പറയുന്ന കൃതിക്ക് ഗ്രേസിക്കാണ് ബാലസാഹിത്യ പുരസ്കാരം ലഭിച്ചത്. ഹാസ്യസാഹിത്യം സുനീഷ് വാരനാടിന്റെ വാരനാടൻ കഥകൾ എന്ന് പറയുന്ന കൃതിക്ക്. ഓക്കെ, ഇപ്പൊ 2023 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരങ്ങളും നോക്കി വെക്കണം. കേന്ദ്ര സാഹിത്യ അക്കാദമി ചോദിച്ചത് കൊണ്ട് തന്നെ. അതുപോലെ തന്നെ ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ നിങ്ങൾ ഇത് മാത്രമല്ല ഓസ്കാർ നോക്കി വെക്കണം.
95ാമത് ഓസ്കാറും 96ാമത് ഓസ്കാറും ഒന്ന് നോക്കി വെക്കണം. 96 വളരെ ഇമ്പോർട്ടന്റ് ആണ്. കീലിയൻ മർഫിയെ കുറിച്ച് ചോദ്യം വന്നു. 96ൽ നിന്ന് ഇനിയും എന്ത് ചെയ്യാം, ചോദ്യങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ ഒന്ന് പഠിച്ചു പോകുക. അതുപോലെ തന്നെ വേൾഡ് ഫാക്ട്സ്, ഓപ്പറേഷനുകൾ, ഇതൊക്കെ ഒന്ന് നോക്കി വെക്കുക. അതൊക്കെ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാവുന്ന നോക്കി വെക്കുക. അപ്പൊ നന്നായിട്ട് പരീക്ഷ എഴുതുക. പരീക്ഷ എഴുതിയതിനു ശേഷം നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾ നന്നായിട്ട് എഴുതാൻ പറ്റുമോ എന്നുള്ള കാര്യം കൂടി എന്ത് ചെയ്യുക, അറിയിക്കുക. ഓക്കെ, അപ്പൊ താങ്ക്